ഈ മനുഷ്യൻ പറയുന്നു കേരളത്തിലെ BJPക്ക് ഒരു സീറ്റും കിട്ടിയായിരുന്നു. ഞാൻ പറയുന്നു, മിസ്റ്റർ ജിമ്മി ജോൺ പറയുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയിൽ ജയിക്കുന്ന. മിസ്റ്റർ ജിമ്മി ജോൺ പറയുന്നു സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുമെന്ന് ജിമ്മി ജോൺ പറയുന്നു. ഇദ്ദേഹം പറയുന്നു സുരേഷ് ഗോപി തോക്കും, 5000 രൂപ വെറ്റി. പക്ഷേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞു 5000 ഇല്ല, ജയിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും തരണേ തന്നാൽ മതി, അല്ലെങ്കിൽ ബിരിയാണി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ ഇങ്ങനെയാണ്. സുരേഷ് ഗോപി ജയിക്കുന്നു ജിമ്മി ജോൺ പറയുന്നു. ഇദ്ദേഹം പറയുന്നു ഇവിടെ തളിപ്പറമ്പിൽ തുണിക്കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇതാണ് ഈ കട. ഈ കടയിലെ ആളാണ്, മുതലാളിയാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മളായിട്ട് നല്ല കുഴപ്പമൊന്നുമില്ല, എൻ്റെ ലോട്ടറിയൊക്കെ മേടിക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി തോക്കും, 5000 വെച്ചോളാം പറയാം. പക്ഷേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് എൻ്റെ 5000 വെക്കാനില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്താണ്. ഈ കടയിലെ ആൾ നല്ല കടക്കാരനാണ്. നല്ല 10 പണിക്കാർക്ക് നല്ല സാലറിയും കൊടുത്ത് നല്ല ചിലവും കൊടുത്ത് നടത്തുന്ന ഒരു തുണിക്കച്ചവടക്കാരനാണ്. വമ്പിച്ച ആദായ വിൽപ്പനക്കാരനാണ് ഈ കടയിലെ ആൾ നല്ല സ്വഭാവമാണ്. പക്ഷേ സുരേഷ് ഗോപി തോറ്റു പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു പന്തായം വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുന്നത്. എൻ്റെ പേര് ജിമ്മി ജോൺ എന്നാണ്. അപ്പോൾ ഇത് തളിപ്പറമ്പാണ് സ്ഥലം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി തോറ്റു പോകും, വെറ്റ് വെക്കാണെന്ന്. ഞാൻ പറഞ്ഞു വെറ്റ് വെക്കാൻ എൻ്റെ കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു 5000 എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5000 രൂപയ്ക്ക് വെച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വാക്കാലെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇവിടെ ആളിപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, പുള്ളി ലീവിലേക്ക് എവിടെ പോയതായിരുന്നു. അപ്പോൾ 10 സ്റ്റാഫിന് ജോലിയൊക്കെ കൊടുത്ത് നല്ല സാലറിയും കൊടുത്ത് നല്ല ശമ്പളവും ഭക്ഷണവും കൊടുത്ത് നല്ല കച്ചവടമാണ്. കാരണം ഇവിടെ വില കുറവുണ്ട്. തുണിക്ക് എല്ലാ കടയിലേക്കാളും ഏറ്റവും കൂടുതൽ കുറച്ച് വില കുറവുള്ളൊരു കടയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പന്തയമുണ്ട്. ആ പന്തയത്തിൽ ഇപ്പോൾ പുള്ളി പറയുന്നത് എനിക്കൊരു പൈസ തരാമെന്ന് പറഞ്ഞു, 5000. ഞാൻ പറഞ്ഞു എനിക്ക് 5000 വേണ്ട, എനിക്ക് ചായയും ഒരു ബിരിയാണിയും മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളി സമ്മതിച്ചിരിക്കുകയാണ്. പുള്ളി ഇപ്പം മിണ്ടുന്നില്ല. കാരണം ചെയ്യാൻ സുരേഷ് ഗോപി ജയിച്ചല്ലോ, അത് കാരണം മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യട്ടെന്ന് ചോദിച്ചു, പുള്ളി സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോ ഇപ്പം മനഃപൂർവ്വം ഇപ്പോൾ എടുക്കുവാണ്. ഞങ്ങൾ തമ്മിൽ 5000 രൂപയ്ക്ക് പന്തയം വെച്ച ഒരാളാണ്. പക്ഷേ തോറ്റുപോയി, അദ്ദേഹത്തിൻ്റെ വാക്ക് തോറ്റുപോയി. സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞു. 1000 രൂപ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരു ബിരിയാണിയും ഒരു ചായയും മേടിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഇങ്ങനെ കച്ചവടം ചെയ്ത് സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു കച്ചവടമല്ലേ. അവർക്ക് ശമ്പളം കൊടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇത് തളിപ്പറമ്പെന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം അത് എനിക്കൊരു ബിരിയാണിയും ചായ, ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണിയും ചായയും മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സമ്മതിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം മിണ്ടത്തില്ല. കാരണം സുരേഷ് ഗോപി ചിരിക്കുന്നതൊക്കെ ഉണ്ട്. 2 വാക്ക് പറയാമോ? ഞാൻ ജിമ്മി ജോൺ ഇത് മതിയടാ.